ഇനി ഞങ്ങളെ പരീക്ഷിക്കരുത്. ഞങ്ങൾ താങ്ങാൻ വയ്യ. ഞങ്ങൾ ഭൂമിയോളം താന്നു. ഞങ്ങളെ നെഞ്ചറ്റം ഞങ്ങൾ സഹിച്ച് ഞങ്ങൾ വയ്യ സാറ്, പറയാൻ വയ്യ. ഇന്ന് 50-ാം ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ പോലും നമ്മളെ അധിക്ഷേപിക്കുന്നു. ഭരണാധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഞങ്ങളെ ആക്ഷേപിക്കുന്നു. നമസ്കാരം. 50 ദിവസത്തെ രാപകൽ സമരത്തിനും 12 ദിവസത്തെ നിരാഹാര സമരത്തിനും ഒടുവിലാണ് ആശമാർ മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തും പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളുടെയും രാജ്യാന്തര വാർത്താ ഏജൻസികളുടെയും സമരവേദിയിലെ സാന്നിധ്യം ആശമാരുടെ അവകാശ പോരാട്ടത്തിന് നാടിന് പുറത്തു നിന്നുള്ള പിന്തുണ നേടിക്കൊടുത്തേക്കും. ഫെബ്രുവരി 10 തുടങ്ങിയ സമരത്തിനിടെ 2 വട്ടം മാത്രമാണ് ചർച്ചകൾ നടന്നത്. രണ്ടിലും ഉറപ്പുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടായതുമില്ല. വെയിലത്തും മഴയത്തും തെരുവിലിട്ട് ആശമാരെ സർക്കാർ അവഗണിക്കുമ്പോൾ കൂടുതൽ ഉറച്ച മുദ്രാവാക്യങ്ങളുമായി അവർ സമരം കടുപ്പിക്കുന്നു. ആരാണ് ഇവരെ കേൾക്കേണ്ടത്? ആരാണ് ഇവരുടെ രക്ഷയ്ക്കെത്തേണ്ടത്? ആരാണ് ഇവരുടെ കണ്ണീരൊപ്പേണ്ടത്? എൻകൗണ്ടർ പ്രൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അൻപത് ദിവസം പിന്നിട്ട് സമരം ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുമ്പോൾ അവരെ പ്രതിനിധീകരിച്ച് ആശാവർക്കറായ ശ്രീമതി പത്മജം നമ്മളോടൊപ്പം സമരപന്തലിൽ നിന്ന് ചേരുന്നു. പത്മജം ഇന്ന് തലമുണ്ടനം ചെയ്താണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരിക്കുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കൊച്ചിയിൽ നിന്ന്, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ കൊല്ലത്ത് നിന്നുണ്ട്, BJPയുടെ ശ്രീ പ്രശാന്ത് മലവയൽ എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മുടെ അതിഥികൾ. ശ്രീമതി പത്മജം, മുടി മുറിച്ച് അല്ലെങ്കിൽ തല മുണ്ടനം ചെയ്ത് മുട്ടയടിച്ച് പ്രതിഷേധിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ കഴിഞ്ഞ മാസം 10-ാം തീയതി മുതൽ ഞങ്ങൾ ഇന്ന് 50 ദിവസം കൊണ്ട് സാർ ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി, അവകാശം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലൊന്നുമില്ല, ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ജോലി ചെയ്ത് വന്ന ഞങ്ങൾ ഈ കേരള സർക്കാരിന് വേണ്ടി, ആരോഗ്യ വകുപ്പിന് വേണ്ടി ഞങ്ങളുടെ രക്തം പച്ചവെള്ളമാക്കി ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങളുടെ വെറും 232 രൂപയ്ക്കാണ് സാർ ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞങ്ങൾക്ക് 232 രൂപ ഒന്നിനും തികയില്ല. അതിന് കൂട്ടിത്തരാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ സമരത്തിന് വന്നത്. സമരത്തിന് വന്നിട്ട് ഞങ്ങൾ എന്തിന് കിടക്കുന്നെന്ന് പോലും ചോദിക്കാൻ ഒരു വ്യക്തി പോലുമില്ല. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളെ ചർച്ചയ്ക്ക് ഞങ്ങളുടെ മിനി മേഡത്തിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഇത് അനാവശ്യ സമരമാണെന്ന് പറഞ്ഞു, നിങ്ങൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. ഇത് അനാവശ്യ സമരം അല്ല സാർ, ഞങ്ങളുടെ അവകാശ സമരമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ടതിനുള്ള സമരമാണ്. ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് ന്യായമായുള്ള കൂലി വേണം, ഞങ്ങൾക്ക് 21,000 രൂപ ഞങ്ങൾക്ക് ശമ്പളം വേണം. ഞങ്ങളെ പിരിച്ചുവിടുമ്പോൾ 50 ലക്ഷം രൂപ വേണം. ഞങ്ങൾ വിധവകളുണ്ട്, ഞങ്ങൾ വീട് വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് കിടക്കാട ഇല്ലാത്തവരുണ്ട്. എൻ്റെ കിടക്കടവും എപ്പോഴാണ് ജപ്തി കൊണ്ട് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, നോട്ടീസ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഞങ്ങളാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ പോകണമെങ്കിൽ ഒരു ദിവസം 200 രൂപ ഓട്ടോയ്ക്ക് വേണം, ഓട്ടോ ചാർജ്. ആ 200 രൂപ ഇവിടെ നിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ 150 രൂപ ഓട്ടോക്കൂലി കൊടുക്കണം. അവിടെ നിന്ന് തിരികെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 60 രൂപ എനിക്ക് കൊടുക്കണം എൻ്റെ വീട്ടിൽ തിരിച്ച് വരികയാണെങ്കിൽ. അങ്ങനെ 200 രൂപ, ബാക്കി 32 രൂപയ്ക്ക് എന്താ സാറേ ഞാൻ ചിലവ് നടത്തേണ്ടത്? ഞാൻ എന്താ സാറേ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളുടെ മുൻപേ ഞാൻ നീട്ടി കൊടുക്കേണ്ടത്? ഞങ്ങൾ മുഖ്യ ദിവസവും ഉപ്പൊഴിച്ചുള്ള കഞ്ഞിയാണ് കുടിക്കുന്നത്. ചമ്മന്തി അരച്ച അല്ലെങ്കിൽ കാന്താരി മുളകും കടിച്ചാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഉള്ള കാലം കിടന്നാൽ മതിയോ സാറേ? എനിക്കിപ്പോൾ 60 വയസ്സാകാൻ പോകുന്നു. ഈ 60-ാം വയസ്സ് കഴിഞ്ഞ് ഒരു 2 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേ ഒരു സർക്കാർ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് മരുന്ന് വാങ്ങണ്ടേ, ഞങ്ങൾക്ക് വെള്ളം കുടിക്കണ്ടേ, ഞങ്ങൾക്ക് മക്കളുടെ മുമ്പ് ചെന്ന്
തെണ്ടാൻ പറ്റുമോ? മക്കളുടെ മുമ്പ് ചെന്ന് കൈ നീട്ടാൻ പറ്റുമോ? പിന്നെ അതൊന്ന്. രണ്ടാമത്, ഞങ്ങൾ ചെയ്യേണ്ട ജോലികളല്ല ചെയ്യുന്നത്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത ജോലികളൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഞങ്ങളെല്ലാ ജോലിയും ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഇനിയും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് ഓണററി 21,000 രൂപ കിട്ടണം. ഞങ്ങളെ പറഞ്ഞയക്കുമ്പോൾ 5 ലക്ഷം രൂപ കിട്ടണം. അത് കിട്ടിയേ പറ്റുള്ളൂ. ഇത്രയും ദിവസം ഇവിടെ കിടക്കുന്നു. എന്തിനു കിടക്കുന്നെന്ന് പോലും ചോദിക്കാൻ നമ്മളെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, നമ്മളെ പിന്നെ മുഖ്യമന്ത്രി ഇതുവഴിയാണ് പോകുന്നതും വരുന്നത്. എന്താണെന്ന് ഒരു ദിവസം വന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കഷ്ടപ്പാട്, നമുക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ദിവസം വന്ന് ഞങ്ങളോട് ചോദിക്കുകയോ ഞങ്ങളോട് പറയുകയോ ചെയ്തിരുന്നാൽ ഞങ്ങൾക്കതിൽ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് 232 രൂപ ഒന്നിനും ചെയ്യില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത ജോലി എന്ന് പറഞ്ഞാൽ സാറേ, രാവിലെ ഒരു വീട്ടിൽ കയറി പാലിയേറ്റീവ് പേഷ്യൻറ്റിനെ നോക്കണം, ഒരു ഗർഭിണി ഉണ്ടെങ്കിൽ ഗർഭിണിയെ നോക്കണം, ഒരു കുഞ്ഞുണ്ടെങ്കിൽ പ്രസവിച്ച് BCG എടുത്ത അപ്പോഴും മുതൽ ഒരു ഗർഭിണിയാണെന്ന് കഴിഞ്ഞാൽ അത് ഇഞ്ചക്ഷൻ എടുക്കുന്നതും 2 TD എടുക്കണം. TD എടുക്കുന്നതും കൊച്ചിനെ പ്രസവിക്കുന്നത് ആണാണോ പെണ്ണാണോ, വെയിറ്റ് എത്ര, പിന്നെ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തെന്ന്, ഇതെല്ലാം BCG എടുക്കുന്നതും ആ BCG മുതൽ ആ കൊച്ചിന് 15 വയസ്സ് വരെയുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ആ ഉത്തരവാദിത്വമല്ല. ഞങ്ങൾ പിന്നെ ഇതിനിടയ്ക്ക് പാലുറ്റിക്കാരെ കാര്യം പ്രത്യേകിച്ച് നോക്കണം. വയസ്സായ അമ്മമാർ, ട്യൂബ് മാറ്റുന്ന അമ്മമാരുണ്ടെങ്കിൽ സിസ്റ്റർമാരുടെ കൂടെ പോയി, പാലിറ്റീവ് സിസ്റ്ററുടെ കൂടെ പോയി നമുക്ക് അവർക്ക് വേണ്ട സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കണം. ഞങ്ങൾ ഇതെല്ലാം ചെയ്തു വരുന്ന ഞങ്ങൾക്ക് എന്താ സാറേ ഞങ്ങൾക്കിതിൽ ഉള്ളത്? ഞങ്ങൾക്ക് എന്താ സാറേ ഒരു ദിവസം 250 രൂപ പറ്റുമോ സാറേ? ഒരു ദിവസം 250 രൂപയ്ക്ക് എന്താ വാങ്ങേണ്ടത് നമ്മൾ? ഞങ്ങൾക്ക് എന്തെന്നാ വാങ്ങുക? 1 കിലോ തേങ്ങയ്ക്ക് 85 രൂപ, 235 രൂപ എന്ന് വയ്ക്കണം സാറേ. റേഷൻ അരി 4 രൂപ കൊടുത്ത് റേഷൻ അരി വാങ്ങിയാൽ ഇപ്പോൾ പൈസ കൊടുക്കണ്ട. എനിക്ക് 4 കിലോ അരിയുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 കിലോയുടെ അരി വാങ്ങിച്ച് വെച്ചിട്ട് മിക്ക ദിവസവും പുളിയും മുളകുമായിരിക്കും. മിക്ക ദിവസവും 100 രൂപയെ കുറഞ്ഞ് മീനില്ല, 100 രൂപയെ കുറഞ്ഞ് 1 കിലോ ചക്ക. നമുക്ക് ഒരു 50 രൂപയുടെ ചക്ക വാങ്ങണം. ഇന്ന് 50 രൂപയ്ക്ക് ചക്കയില്ല സാറേ. ഒരു ചക്ക പോലും ഇന്ന് 50 രൂപയ്ക്ക് കിട്ടാമെന്ന് പറ്റില്ല. അങ്ങനെ ഉള്ളിടത്ത് ഞങ്ങൾ എങ്ങനെയാണ് സാറേ ഈ ആശാ വർക്കർമാരെല്ലാവരും ഞങ്ങൾ ജീവിക്കുന്നത്? ഞങ്ങൾ എങ്ങനെ ജീവിക്കേണ്ടത്? എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞങ്ങൾ എന്തെല്ലാം ആക്ഷേപിച്ചു. ഞങ്ങൾ ആക്ഷേപം കേൾക്കാനാണ് സാറേ വന്നിരിക്കുന്നത്. ഞങ്ങൾ ആരോ വെട്ടിത്തെളിച്ച് കൊണ്ടുവന്നു. ഞങ്ങളാരും വെട്ടിത്തെളിച്ച് തള്ളി ഉന്തിയോ കൊണ്ടുവന്നില്ല. എനിക്ക് 60 വയസ്സായി. എനിക്ക് ആരും ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. ഞാൻ എന്തൊക്കെ ജോലി ചെയ്യുന്നു, എന്തൊക്കെ ജീവിക്കുന്നു, എന്തൊക്കെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് ഓരോ ആശമാർക്കും അറിയാം. ആ ഓരോ ആശമാരും അവരവരുടേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും സഹിച്ചും ക്ഷമിച്ചും ഞങ്ങൾ പോകണം. ഇന്നിതിലാണ് ഞങ്ങൾ സർക്കാരിന് വേണ്ടിയാണ് ഞങ്ങളെ രക്തം പച്ചവെള്ളമാക്കി കൊടുത്തത്. സർക്കാരിന് വേണ്ടി തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ നമ്മളെ ആരോഗ്യ വകുപ്പിന് വേണ്ടിയാണ്. എന്തിനാണ് ഞങ്ങളെ മാലാഖയെന്നും പറഞ്ഞ് കൊണ്ട് നടന്നത്? ഞങ്ങൾ യഥാർത്ഥ ആശമാരല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പാട്ടപറക്കണമെന്ന് പറഞ്ഞ് കുറ്റിച്ചൂലും ഈർക്കൽ പാർട്ടി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പാർട്ടിയില്ല സാറേ. ഞങ്ങളെ അഭയത്തിന് വേണ്ടി ഞങ്ങൾ വിളിച്ചു. അവർ വന്നു ഞങ്ങൾക്ക് താങ്ങായി വന്നു നിൽക്കുന്നു. ഞങ്ങളുടെ അവകാശം മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഓരോരുത്തരും ഞങ്ങളെ എന്തെല്ലാം അനാവശ്യം ഒരു പാർട്ടിക്കാരെന്നല്ല, ഒരു ആൺ വ്യക്തിയായാലും പെൺ വ്യക്തിയായാലും ഒരു സ്ത്രീയെ ഇങ്ങനെ പറയും. വീട്ടിൽ അമ്മയും സഹോദരങ്ങളും ഉള്ള ഒരു പെൺമക്കളും ഉള്ള ഒരു വ്യക്തി ഇവിടെ കിടക്കുന്ന ഒരു ആശാ വർക്കർമാരെയും ഒരു സ്ത്രീകളെയും പോന്ന് പറയില്ല. പക്ഷേ പറയാൻ പാടില്ലാത്തതെല്ലാം അവർ പറഞ്ഞിട്ട് വീണ്ടും അവർക്കാണ് ദേഷ്യവും. ഞങ്ങൾക്ക് ഒരു ദേഷ്യമില്ല. ഞങ്ങളെല്ലാം നെഞ്ചിൽ അമർത്തി, ഞങ്ങൾ നെഞ്ചിൽ സഹിച്ചു, ഞങ്ങൾ ഭൂമിയോളം ക്ഷമിച്ചു. ഞങ്ങളെല്ലാം സ്നേഹത്തോടെ ഞങ്ങൾ പ്രതികാരമായിട്ടാൽ ഞങ്ങൾക്ക് എന്താ പ്രതികാരമാണ് സാറേ? ഞങ്ങൾക്ക് എന്താ പ്രതികാരം? ഞങ്ങൾക്ക് ഒരു ഈ പറയുന്നവർക്ക് അല്പമെങ്കിലും ഒരു തലയ്ക്കകത്ത് ആളുണ്ടോ? ഇപ്പം നമ്മുടെ ഞാൻ പറയുന്നില്ല, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാ ഞങ്ങൾ തല മുണ്ടനം ചെയ്ത് ഞങ്ങൾ സാറേ ഞങ്ങൾ ഇവിടത്തേക്കാണ് ജോലി ചെയ്തത്, കേന്ദ്രത്തിലേക്കല്ല. ഞങ്ങൾ ഇവിടുത്തെ കേരള സർക്കാരിനാണ് ഞങ്ങൾ ജോലി ചെയ്തത്, സംസ്ഥാനത്തിനാണ് ഞങ്ങൾ ജോലി ചെയ്തത്. ഞങ്ങൾ നല്ല കാലത്ത് ജോലിയെല്ലാം ചെയ്തിട്ട് വയസ്സാം കാലത്ത് ഞങ്ങൾ ആരംഭം പറ്റുന്ന കൈ നീട്ടും. ഇന്നത്തെ കാലത്ത് നോക്കുന്ന മക്കളുണ്ട്, നോക്കാത്ത മക്കളുണ്ട്. ഇന്നത്തെ കാലം പ്രത്യേകിച്ച് സാറിനോട് പറയണ്ട. ഇന്ന് ഓരോ കുടുംബത്തിലും നടക്കുന്നത് ഞങ്ങൾ സർക്കാരിനെ സേവിച്ചിട്ട് ഞങ്ങൾ മാലാഖമാരെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടു നടന്നു. ഞങ്ങളെ പുകഴ്ത്താൻ ഒന്നുമില്ല. ആ പുകഴ്ത്തിയവർ ഈ വെയിലിലും മഴയത്തും ഇരുത്തുന്നു, ഞങ്ങളെ കിടത്തുന്നു. ഈ മഴയത്ത് ഞങ്ങളെ ടാർപ്പോളം വരെ ഞങ്ങൾ ഒരിക്കലും പോലീസ് സാറന്മാരെ കുറ്റം പറയില്ല.
ഞങ്ങളെ പെരുമഴയത്ത് 2-ാം തീയതി ഒരു രാത്രി 2:30 മണിക്കാണ് ഞങ്ങളെ പെരുമഴയത്ത് നിന്നത്. ഇത് കണ്ടുകൊണ്ട് സുരേഷ് ഗോപി സാറ് വന്ന് ഞങ്ങൾക്കൊരു കുടയും ഒരു മഴക്കോട്ടും തന്നതിന് എന്തെല്ലാം അനാവശ്യം പറഞ്ഞു. പെൺമക്കളോ സഹോദരങ്ങളോ അമ്മയോ ഉള്ളവർ പറയുമോ ഇങ്ങനെ ഒരു വാക്ക് പറയുമോ സാറേ? പറയുമോ? സാറായ പറയുമോ? പറയില്ലല്ലോ. എന്തോന്നിനാ ഞങ്ങൾ ഈ പാവപ്പെട്ട ഏറ്റവും താഴെത്തട്ടിൽ അധ്വാനിക്കുന്നവരാണ് ഞങ്ങൾ. ആർക്ക് വേണ്ടി? സർക്കാരിന് വേണ്ടി, സംസ്ഥാന സർക്കാരിന് വേണ്ടി. ഞങ്ങളെ കേന്ദ്രത്തിൽ പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ കേന്ദ്രത്തിൽ ആരെയും പോയി വാങ്ങും? എവിടെ പോയി വാങ്ങും? അത് ഇവരല്ലേ വാങ്ങിത്തരേണ്ടത്? ഇവരല്ലേ വാങ്ങിത്തരും? ഞങ്ങൾ ഇവർക്കല്ലേ ജോലി ചെയ്തത് മാഡം? ഇപ്പോൾ 50 ദിവസം കഴിഞ്ഞല്ലോ ശ്രീമതി പത്മജം നിങ്ങളുടെ സമരം തുടങ്ങിയിട്ട്. 2 വട്ടമാണ് ചർച്ചയുണ്ടായത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഒരു പ്രതീക്ഷയില്ലാത്തത്? ഇപ്പോൾ എന്താണ് അതിന് കാരണം? അവർ വരുന്നില്ല സാർ, അവർ ചർച്ചയ്ക്ക് വരുന്നില്ല. അവർ പറയുന്നത് ഞങ്ങളെ പിരിഞ്ഞു പോകാം. അവർ ഒരു ചർച്ചയ്ക്കും വരുന്നില്ല. അത് എന്താ കാര്യമെന്ന് ഞങ്ങൾക്കറിയില്ല. അവർ വരണം, ഇവിടെ വന്ന് ചർച്ചയ്ക്ക് വിളിക്കണം. വിളിച്ച് ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ ഒരു നിമിഷം ഒന്ന് വിളിച്ചാൽ മതി, ഇവിടുന്ന് പോകാൻ 2 കൈ നീട്ടി പോകാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ചർച്ചയ്ക്ക് അവർ വിളിക്കണം. അവർ വിളിക്കുന്നില്ല. അവർ എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ആരും ആട്ടിപ്പായിച്ച് കൊണ്ടുവന്നതല്ല സാർ. പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പിറകിൽ നിന്ന് ഞങ്ങളെ താങ്ങിക്കൊണ്ടുപോകാൻ ആൾക്കാർ വന്ന് ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. അവരെ ഞങ്ങൾ അകറ്റി നിർത്തിയില്ല. അല്ലാതെ ഈ ഇരിക്കുന്ന ആശാന്മാരെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഒരു കൊടിയില്ല സാറേ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, ഞാനൊരു പക്കാ കമ്മ്യൂണിസ്റ്റുകാരി. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നതാണ്, കമ്മ്യൂണിസ്റ്റിൻ്റെ രക്തത്തിൽ ജനിച്ചതാണ്. ഇന്നും ഞാൻ എൻ്റെ 18 വയസ്സിൽ ഞാൻ വോട്ടിടാൻ തുടങ്ങി അന്ന് മുതലേ ഞാൻ അരിവാൾ ചുറ്റികയ്ക്കാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അന്ന് ഇതിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്ന് സാറിന് അറിയാമോ? ഇതിൽ 100 പേരുണ്ടെങ്കിൽ 99 കമ്മ്യൂണിസ്റ്റുകാരാണ്. ബാക്കി വിരലിൽ എണ്ണാവുന്നുള്ളവർ മാത്രമേ ഉള്ളൂ പല പാർട്ടിയിലുള്ളത്. എന്തിനാ സാറേ? എവിടെ ഒരു പരിപാടി വെച്ചാലും ആശാ വർക്കറെ വിളിക്കും. ആശാമാർ അപ്പോഴും പോയിരിക്കണം. ഞങ്ങൾ കടം വാങ്ങിയെങ്കിലും, ഞങ്ങൾ ഓട്ടോയ്ക്ക് കടം വെച്ചെങ്കിലും ഞങ്ങൾ വണ്ടി പിടിക്കും, ഞങ്ങൾ പോകും. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ പോയി ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കും. ഞങ്ങൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ തല എണ്ണിയ ആശുപത്രികളിൽ റിപ്പോർട്ട് പേപ്പർ കൊടുക്കുന്നത്. ഇന്നോര് വന്നില്ല, അതുകൊണ്ട് എന്താണ് കാരണമെന്ന് തിരക്കാൻ പറയും. അത്ര ഞങ്ങൾക്ക് സുഖമില്ലെങ്കിൽ മാത്രമേ, ഞങ്ങൾ നടക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ പോകാതിരുന്നിട്ടുള്ളൂ. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്തിനാ സാർ? ഞങ്ങൾ എന്ത് കുറ്റം ചെയ്യും സാർ അവർക്ക്? ഞങ്ങൾ അധ്വാനിച്ച കാശ് ചോദിച്ചതാണ്. ഞങ്ങളുടെ അടുത്ത് പണ്ട് പറഞ്ഞിരുന്നു, ഞാൻ 93 കയറിയതാണ് സാർ. ഞാൻ MSS ആയിട്ട് കയറിയതാണ്. MSS ആയിട്ട് കയറിയപ്പോൾ പറഞ്ഞതെന്ന് പറയാം, അടുത്ത വീട്ടിലും പരിസരത്തെ ഒരു മരണ വീട്ടിലെ ചന്തയിലാണ് പോകുന്ന സമയത്ത് പോകുന്ന വഴിക്കുള്ള വീട്ടിൽ കയറി അവിടെ ആർക്കെങ്കിലും പനിയുണ്ടോ, പിന്നെ കുഷ്ഠരോഗമുണ്ടോ, പിന്നെ പൊക്കനുണ്ടോ, ഇതൊക്കെ ഒന്ന് തിരക്കിയിട്ട് അവരെ അറിയിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വല്ലപ്പോഴും ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ ക്ലോറിനേഷൻ നടത്തുക, ബ്ലീച്ചിങ് പൗഡർ കലക്കി കൊണ്ടുവന്ന് ഒഴിക്കുക, ആ ജോലിയെ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം 2008 മുതൽ ഞങ്ങൾക്ക് 7-9 മോഡിയുടെ ട്രെയിനിങ് തന്നാൽ ഞങ്ങൾ ആശാ വർക്കറായിട്ട് എടുത്തിട്ടുള്ളത്. ശ്രീമതി പത്മജം, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. സർക്കാർ പറയുന്നത് ഇവിടെയുള്ള ധാരാളം ആശാ വർക്കർമാരിൽ ഒരു വിഭാഗം മാത്രമാണ് സമരരംഗത്തുള്ളത് എന്ന്. ശ്രീമതി പത്മജം, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതേ ബുദ്ധിമുട്ടിൽ കഴിയുന്ന മറ്റുള്ളവർ എന്തുകൊണ്ടായിരിക്കാം ഈ സമരത്തിൽ ഭാഗമാകാത്തത്? സാർ, കാരണമുണ്ട്. എല്ലാവരും സാറിന്ന് കണ്ടോ, ഇന്ന് എല്ലാവരും ആശാന്മാരും അവരവരെ ഇന്ന് പൊതു അവധിയായതുകൊണ്ട് അവരുടെ വീട്ടിലിരുന്നാണ് മുടി വെട്ടിയത്. അത് അവർ വാട്സപ്പിൽ നമുക്ക് എല്ലാവർക്കും അയച്ചു തന്നിട്ടുണ്ട്, എല്ലാവരുടെ ഫോണുകളിലും ഉണ്ട് അയച്ചു തന്നു. പക്ഷേ അവർക്ക് ദൂരെയുള്ള ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി, കട്ടപ്പന ഇങ്ങനെ ഉള്ളവർ ഇന്നലെ രാത്രിയെ വന്ന് ഇന്ന് വെളുപ്പിന് ഇവിടെ എത്തിയ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും വൈകിട്ടായപ്പോൾ അവരുടെ ട്രെയിനിന് വേണ്ടി അവർ പോയി. ഇതെല്ലാം യഥാർത്ഥ ആശമാരാ സാറേ. ഒരു ആശ അല്ലെന്ന് പറഞ്ഞ് ഒരു വ്യക്തി ഇതിനകത്തില്ല. ഇതെല്ലാം ഞങ്ങളിവിടെ കിടക്കുന്നതെല്ലാം രാപകൽ ഇവിടെ കിടക്കുന്നതെല്ലാം ആശമാരാണ്. എല്ലാം കറയറ്റ ആശമാരാണ് ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചുകൊണ്ടിരുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് വന്ന ആശമാരാണ് സാറേ. ഞങ്ങൾ എല്ലാ ട്രെയിനിങ് കഴിഞ്ഞ് എല്ലാ കഷ്ടപ്പാടും എല്ലാ ബുദ്ധിമുട്ടും ഞാൻ കേട്ടു. ശ്രീമതി പത്മജം, അതായത് ഇനി ഇപ്പോൾ നിങ്ങൾ ഈ സർക്കാർ എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതെ, അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഒരു ചർച്ചയ്ക്ക് പോലും ആത്മാർത്ഥമായി നല്ല മനസ്സോടുകൂടി സർക്കാർ ക്ഷണിക്കുന്നില്ല, അതിനുവേണ്ടിയുള്ള ശ്രമം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന്. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഇടത് രാഷ്ട്രീയ കക്ഷി ഭരിക്കുന്ന സർക്കാരാണുള്ളത്, താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം സർക്കാർ നിങ്ങളെ ആ നിലയിൽ അവഗണിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സംഘടനയ്ക്ക് എന്താണ് തോന്നുന്നത്?
ഞങ്ങൾക്ക് സംഘടന എന്ന് പറയാൻ ഞങ്ങൾ ആശാ വർക്കേഴ്സ് എന്നുള്ള ഒരൊറ്റ യൂണിയൻ മാത്രമേ ഞങ്ങളിവിടെ ഇരിപ്പുള്ളൂ, ആശമാരുള്ളത്. അത് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് അവരുടെ മനസ്സിനകത്തുള്ളത് ഞങ്ങൾക്കറിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉള്ളിലും മനസ്സിലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മനസ്സിലും എന്താണ് ഞങ്ങളോടുള്ള വൈരാഗ്യം ഞങ്ങൾക്കറിയില്ല. ഞാനത് ചോദിക്കാൻ കാരണം ഇപ്പോൾ അംഗനവാടി ജീവനക്കാരുടെ സമരം നടന്നപ്പോൾ അത് സർക്കാർ ചർച്ച നടത്തി ഒത്തുതീർപ്പാക്കി. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത് നടന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്, എന്തുകൊണ്ടായിരിക്കാം എന്ന് നിങ്ങൾ കരുതുന്നു? നടന്നില്ല. സാറേ അവരെ 10 ദിവസം ഞങ്ങൾക്ക് വിപരീതമായിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് 10 ദിവസത്തെ ഇരുത്തിയിട്ട് വിളിച്ചു പറഞ്ഞു 3 മാസം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം, 3 മാസം കഴിഞ്ഞിട്ട് തീരുമാനിച്ച് നമുക്കൊരു ചർച്ച ഉണ്ടാക്കുന്നത്. അതുപോലും ഞങ്ങളോട് കാണിച്ചിട്ടില്ല. എന്തിനാ സാറേ ഞങ്ങളോട് ഈ വൈരാഗ്യവും വാശിയും കാണിക്കുന്നത്? ഞങ്ങൾ ആരാ സാറേ? കേന്ദ്രത്തിൽ പോയി 1-ാം നമ്പർ, കേരളം 1-ാം നമ്പറാണെന്നും പറഞ്ഞ് ഈ കൊറോണ സമയത്ത് ആരാ സാറേ? ഈ കൊറോണ സമയത്ത് ഞങ്ങൾ ചെയ്ത ജോലി, ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വീട്ടിനകത്തിരിക്കുകയായിരുന്നു, AC റൂമിനകത്ത്. അപ്പോൾ ധനമന്ത്രി, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എല്ലാവരും അവരവരെ വീടുകളിൽ AC റൂമിനകത്ത് ഇരുന്നപ്പോൾ ഈ സാധാരണക്കാരായ ഈ പാവപ്പെട്ട ഞങ്ങളാണ് ഈ കൊറോണ സമയത്ത് കിടന്ന് ഓടി നടന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഭഗവാൻ ഞങ്ങൾക്ക് ഒരു അസുഖവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള ജോലിയും അവർക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളും അവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെല്ലാം തലയ്ക്ക് മുകളിൽ ഒരു ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തിയുണ്ട്. പക്ഷേ ഇത് കണ്ടും കേട്ട് ഇതെല്ലാം ഒന്ന് മനസ്സിൽ ചിന്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കണം. ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഒരു കുറ്റം ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ അവകാശപ്പെട്ടിട്ടുള്ളത് ഇത് മാത്രമേ അവകാശപ്പെട്ടുള്ളൂ. 21,000 രൂപ ഓണറിൽ ശമ്പളം കൂട്ടിത്തരിക, ഞങ്ങൾ പെൻഷനാകുമ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തരിക. ഇതല്ലാതെ പിന്നെ ക്രെഡിറ്റ് മാറ്റിയിട്ടുണ്ടെന്ന് 10 നിബന്ധനകൾ മാറ്റിയിട്ടുണ്ടെന്ന് മാറ്റി അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ബാക്കിയുള്ളവരെ കൈ കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ സർക്കാർ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ആശാമാരുടെ ഈ ആവശ്യം അംഗീകരിച്ച്, അതായത് വേതനത്തിന്റെ കാര്യത്തിലായാലും ഓണറേറിയത്തിന്റെ കാര്യത്തിലാണെങ്കിലും വിരമിക്കൽ സഹായത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ അത് പരിഗണിച്ചാൽ നിലവിൽ തന്നെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അങ്ങേയറ്റം മോശമാണ്. കേന്ദ്ര സർക്കാർ വേണ്ട സഹായം നൽകുന്നില്ല. ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ, അതായത് കേന്ദ്ര സർക്കാർ ഇടപെടുകയും ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്താൽ ഈ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും ആശാപ്രവർത്തകരുടെ, ആശമാരുടെ വരുമാനം, അവർക്ക് നല്ല വരുമാനം കിട്ടത്തക്ക വിധം സംവിധാനമൊരുക്കും എന്ന് കഴിഞ്ഞ ദിവസം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അപ്പോൾ സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അത് പരിഗണിക്കാൻ കഴിയില്ല എന്നാണല്ലോ സർക്കാർ പറയുന്നത്. എന്തുകൊണ്ടാണ് ആശമാർ അത് മുഖവിലേക്ക് എടുക്കാത്തത്? സാറേ അങ്ങനെ പറയുന്നെങ്കിൽ വന്ന് നേരിട്ട് പറയാത്തെന്താ? കേന്ദ്രത്തിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ട് ഇവർക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, ഞങ്ങൾ വന്നിരുന്നതിൻ്റെ 5-ൻ്റെ അന്നാ PSC-കാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്തത്. പിന്നെ ഡൽഹിയിൽ നിയമസഭ അവിടെ ജോലി ചെയ്യുന്ന സാറിനും കൂട്ടിക്കൊടുത്തതാണ്. പക്ഷേ എന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ് 100 കോടി പ്ലെയിനിന് കൊടുക്കാൻ വാടക വരെ കൊടുത്തത് ഞങ്ങളിവിടെ സമരത്തിന് കിടന്നപ്പോഴാണ്. എന്തുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളോടത്ത് വന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് പറഞ്ഞില്ല? അതിന് എന്തിനാണ് മടിക്കണത്? ഞങ്ങളെന്താ സാറേ, സാറിന് കേൾക്കാമോ? ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും ഒരു തടസ്സം ഞങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കില്ല സാറേ. എന്തെന്നറിയുമോ? പൊതുജനങ്ങളുടെ സകല കാര്യവും ഞങ്ങൾക്കറിയാം. പൊതുജനങ്ങളുടെ കാര്യം നോക്കുന്ന ഞങ്ങളാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ എങ്ങനെ ഉള്ളവരാണ്, എങ്ങനെയാണ് ജീവിക്കുന്നുള്ള അവരുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഞങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രയാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് അംഗീകരിക്കുന്നില്ല? അത് അംഗീകരിച്ച് എന്തുകൊണ്ട് വന്ന് പറയുന്നില്ല? ശരി ശ്രീമതി പത്മജം, ഒരു കാര്യം ഉറപ്പാണല്ലോ, അതായത് നിങ്ങൾ സമരത്തിലേക്ക് വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ച് കാണില്ല ഇത്ര വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും ദീർഘനാളുകൾ നിങ്ങൾ സമരത്തിലേക്ക് പോകേണ്ടി വരും എന്ന് നിങ്ങൾ കരുതിയിട്ടേ ഉണ്ടാകില്ലല്ലോ. പിന്നെ സമരം ശക്തിപ്പെട്ടു, പല സംഘടനകൾ നിങ്ങൾക്ക് പിന്തുണ അറിയിച്ചു വന്നു, സാംസ്കാരിക പ്രവർത്തകർ നിങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി, നിങ്ങൾക്ക് കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ പിന്തുണ കിട്ടി. അങ്ങനെ സമരം ഇപ്പോൾ 50 നാളുകൾ പിന്നിട്ടു. ഇന്ന് നിങ്ങൾ സമരം കുറച്ചുകൂടി കടുപ്പിച്ചു. 12 ദിവസമായി നിരാഹാര സമരം തുടങ്ങിയിട്ട് ഇന്ന് നിങ്ങൾ മുടി മുറിച്ചു. ഇപ്പോൾ താങ്കളെ പോലുള്ള ആളുകൾ തല മൊട്ടയടിച്ചും മുണ്ടനം ചെയ്തുമൊക്കെ ഈ സമരത്തിന്റെ ഭാഗമായി. ഇനി എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇനി ഞങ്ങൾ ഉറപ്പിച്ച് ഞങ്ങൾക്ക് ഇനി ഇതിലപ്പുറം ധൈര്യം ഇനി ഒന്നും കിട്ടാനില്ല. ഞങ്ങൾ നല്ല ഉറപ്പുള്ള പാറയായി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലെ ഞങ്ങൾ ഉറപ്പുള്ള പാറയായിട്ടുണ്ട്. ഇനി ഞങ്ങളിത് ഞങ്ങളുടെ അവകാശം കിട്ടിയല്ലാതെ ഞങ്ങൾ ഈ പിന്നെ മണ്ണിൽ നിന്ന് അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് ഞങ്ങൾ ഇനി വീട്ടിൽ പോകില്ല. കാരണം
ഞങ്ങൾക്ക് കിട്ടും. ഇനി ഇതിന് മുന്നേ വന്ന് ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കുമെന്ന്. പക്ഷേ ഇനി ഞങ്ങൾ കിട്ടിയല്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട് രക്തം പച്ചവെള്ളമാക്കിയ ഞങ്ങൾ വിയർത്ത് പച്ചവെള്ളം ആക്കി ഞങ്ങളുടെ രക്തത്തിന് ഫലം കണ്ടേ ഞങ്ങൾ പോകും. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ റോഡ് ഉപരോധിക്കുകയോ ഞങ്ങൾ മുഖ്യമന്ത്രിയെ വഴി തടയുകയോ ഞങ്ങൾ വേറെ എന്തെങ്കിലും അനാവശ്യങ്ങൾ പറയുകയോ അങ്ങനെ ഒന്നിനും ഞങ്ങൾ പോകില്ല. സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ സമരം ചെയ്ത് തന്നെ ഇരിക്കും സാർ. ഇരുന്നിട്ട് ഞങ്ങളുടെ അവകാശവും വാങ്ങി മരിക്കേണ്ടി വന്നാലും ഈ അനന്തപുരിയിലെ മണ്ണിൽ കിടന്ന് മരിക്കേണ്ടി സാറേ ഭൂമിയോളം ക്ഷമിച്ച് ഞങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ് സാറേ. ഇനി കരയില്ല സാറേ, കരയില്ല. ഇനി കരയില്ലെന്ന് പറഞ്ഞാൽ ഇനി മരിച്ച് ഇവിടെ നിന്ന് ഞങ്ങളുടെ ബോഡി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ബന്ധുക്കൾക്ക് എൻ്റെ ബന്ധുവിനെ കൊണ്ട് കൊടുക്കുന്നത് വരെ ഇനി കരയില്ല. കാരണം ഞങ്ങളുടെ അവകാശം ഇനി തന്നേ പറ്റൂ. ഞങ്ങളുടെ അവകാശം ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങളുടെ അവകാശം ഇനി തന്നേ പറ്റൂ. അതും കൊണ്ടേ ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ പോവുള്ളൂ. ഞങ്ങൾ ഈ കിടക്കുന്ന ആശമൻ ഇത് ഞങ്ങൾ അവരാരും ഒന്നും ഭീഷണിപ്പെടുത്താൻ വേറെ ഒന്നും ചെയ്യില്ല. ഞങ്ങളുടെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട് സാർ, അത് ഞങ്ങൾ നടത്തും. ഞങ്ങളുടെ എല്ലാ ആശമാരുടെയും ഉള്ളിൽ ഞങ്ങൾ ഇതുവരെ തീയായി ഞങ്ങൾ എന്തെല്ലാം അവകാശം കേട്ടു, എന്തെല്ലാം അനാവശ്യങ്ങൾ കേട്ടു, ഞങ്ങളെ എന്തെല്ലാം പറഞ്ഞു സാറേ. ഞങ്ങൾ ഇനി പോകുന്നുണ്ടെങ്കിൽ 1 രൂപ ആയാലും ഞങ്ങളുടെ അവകാശവും വാങ്ങിയിട്ടേ ഞങ്ങൾ പോകും. ഈ അനന്തപുരിയുടെ സത്യമാണ്, ഭൂമിദേവി അമ്മയുടെ സത്യമാണ്. ഞങ്ങളുടെ 1 രൂപയെങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ വെയിൽ കൊണ്ടും മഴ നനഞ്ഞും മഞ്ഞുകൊണ്ടും ഞങ്ങളുടെ 1 രൂപയെങ്കിലും വാങ്ങിയിട്ടേ ഞങ്ങൾ ഈ അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് ഞങ്ങൾ ഈ ആശമാർ പോകുള്ളൂ. ഇത് സത്യമാണ് സാറേ. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത്? സാറെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നില്ല. അതിനിടയിൽ ശ്രീമതി പത്മജം ഈ ആശമാരുടെ 1 മിനിറ്റ് പറയൂ സാർ. ആരെങ്കിലും ഞങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞിക്ക് പിന്താങ്ങുമായി വന്നാൽ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. ഞങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം, ഞാൻ 9-ാം തീയതി വരെ ജോലി ചെയ്ത ഞാനാണ്. എനിക്ക് 1 രൂപ പോലും ഞാനെന്നല്ല ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ സമരത്തിന് കിടന്ന് ആർക്കും തന്നിട്ടില്ല. ഓണറിയും തന്നിട്ടില്ല. ഞങ്ങൾ 9 ദിവസത്തെ ജോലി ചെയ്ത കാശും തന്നിട്ടില്ല. പിന്നെ ഈ മാസം നമ്മൾ സമരത്തിലാണ്, അതും തന്നിട്ടില്ല. ഞങ്ങൾക്ക് എന്തായിരുന്നാലും സാറേ ഞങ്ങൾ വിയർത്ത് ഞങ്ങളുടെ രക്തം പച്ചവെള്ളം വാങ്ങി ഞങ്ങൾ ഈ വെയിലിനും മഴയ്ക്കും ഞങ്ങളെ കൊണ്ട് നനയിപ്പിച്ച് വെയിൽ കൊണ്ടും ഞങ്ങളെ കഷ്ടപ്പെടുത്തിയതിന് ബഹുമാനപ്പെട്ട ഞാൻ അന്ന് ഇങ്ങനെ പറയുന്നുള്ളൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുത്ത് ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമരപ്പന്തലിൽ പലതും നടക്കും സാർ. ശ്രീമതി പത്മജം, ഈ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലെ ശ്രീമതി പത്മജം KPCC ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓണറേറിയം കൂട്ടിക്കൊടുക്കണം ആശാ വർക്കർമാർക്ക് എന്ന്. അത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? അവർ കിട്ടുന്നവർക്ക് നല്ല, ഞങ്ങളുടെ സമരമായതുകൊണ്ട് അവർക്ക് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ഞങ്ങളെ ഈ തിരുവനന്തപുരത്ത് ഈ കേരളത്തിനകത്ത് ഈ തിരുവനന്തപുരം സെക്രട്ടറിനകത്ത് ഇരുന്ന് ഇവിടെ സമരത്തിന് കിടക്കുന്ന ഒരാശമാർക്കും അതിൻ്റെ ഒരു ABCD ഒന്നും പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾക്ക് തന്നിട്ടുമില്ല, അനുവദിച്ചിട്ടുമില്ല. സാറേ ഞാൻ പറഞ്ഞത് അതാ, എന്തെന്നാ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഞങ്ങൾക്ക് ആശമാർക്ക് വേണ്ടി ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല സാറേ. എന്തിനാ സാറേ ഇങ്ങനെ കള്ളം പറയുന്നവർ? ഞങ്ങൾക്ക് എന്ത് നേടാനാ? ഞങ്ങൾ ഇനിയും ഇവിടെ ഇരുന്നാലും ഞങ്ങളെ എത്ര കാലം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ടോ അത്രയും നാൾ ഞങ്ങൾ ആരോഗ്യ വകുപ്പിന് വേണ്ടി ഞങ്ങൾ ജോലി ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ ഞങ്ങൾ ജോലി ചെയ്ത ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തന്നേ പറ്റും. ഇതുപോലെ ഈ പോലീസ് റാങ്ക് ഹോൾഡർമാർ അവരുടെ ഒരു സമരം നടന്നിരുന്നു സെക്രട്ടേറിയറ്റ് പടിക്കൽ. നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരു തരത്തിൽ 63 ദിവസം ഉണ്ടായിരുന്നു ആ സമരം. പക്ഷേ അതിൻ്റെ റാങ്ക് പട്ടിക കാലഹരണപ്പെട്ടപ്പോൾ അവർ സമരം നിർത്തിപ്പോയി. അപ്പോൾ അതുപോലെ നിങ്ങളും ഒരു ഘട്ടം കഴിഞ്ഞാൽ സമരം നിർത്തി പോകും എന്ന് പാർട്ടിയും സർക്കാരും കരുതുന്നുണ്ടെങ്കിൽ അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവരങ്ങനെ ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട പാർട്ടിക്കാർ അങ്ങനെ പറയുന്നു, അങ്ങനെ മനസ്സിൽ ചിന്തിച്ചാൽ പോലും അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഞങ്ങളുടെ അവകാശം ഇവരിനി എങ്ങനെ അല്ലെങ്കിൽ വന്ന് വെടിവെച്ച് കൊല്ലട്ടെ സാറേ.
വന്ന് അവർ വെടിവെച്ച് കൊല്ലും. ഈ നിരന്ന് കിടക്കുന്ന നിരാകാരം കിടക്കുന്നവരെയും ഈ സമരത്തിന് ഇരിക്കുന്ന ആശമാരെ നിസ്സാര ഒരു രൂപയ്ക്ക് 1 രൂപ എടുക്കാനില്ലാത്ത പെണ്ണുങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഒരു കയറി കിടക്കാടം പോലും ഇല്ലാത്ത, എൻ്റെ വീട് എപ്പോഴായാലും ജപ്തിയാണ്, കയറി കിടക്കാടം പോലും ഇല്ലാത്ത സ്ത്രീകളാണ് കണ്ട. വല്ല ആരുടെയെങ്കിലും വീട്ടിൽ വാടകയ്ക്ക് കിടക്കുന്നവരും ഞങ്ങളോ കിടക്കുന്നത്. ഞങ്ങൾ പിന്നെ ഇനി എന്തിനാ ജീവിക്കുന്നത്? ഞങ്ങൾ ഇനി എന്തിനാ ജീവിക്കുന്നത്? അവർക്ക് തരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ എന്തിനാ ഞങ്ങൾ ആർക്കാ കഷ്ടപ്പെട്ടത്? ഞങ്ങളുടെ രക്തം പച്ചവെള്ളമാക്കിയത് ആർക്ക് വേണ്ടിയാണ് സാറേ ഞങ്ങളുടെ രക്തം പച്ചവെള്ളമാക്കി ഞങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത്? ഞാൻ 93 കയറി ഇപ്പോൾ എത്രയായി? 2025 എത്ര വർഷത്തെ സർവീസ് ഞാൻ ചെയ്തെന്ന് സാറാൽ. അപ്പോൾ എൻ്റെ ഏത് പ്രായത്തിലാണ് ഞാൻ ആരോഗ്യ വകുപ്പിന് വേണ്ടി ജോലി ചെയ്യാൻ കയറിയത്? ഇന്ന് എനിക്ക് 60 വയസ്സാകാൻ പോകുന്നു. ഞാൻ ആർക്ക് വേണ്ടിയാണ്? അതുകൊണ്ട് എൻ്റെ അവകാശം കിട്ടണം. എൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ ആശമാരുടെയും അവകാശം കിട്ടിയേ പറ്റൂ. കിട്ടിയാലേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. ആരോഗ്യമന്ത്രിയോട് എന്താണ് ആശമാർക്ക് പറയാനുള്ളത്? ശരി സാർ. ആരോഗ്യമന്ത്രിയോട് ആശമാർക്ക് എന്താണ് പറയാനുള്ളത്? ആരോഗ്യമന്ത്രി ഞങ്ങളെപ്പോലെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോട് എനിക്ക് ഒരു കാര്യമേ പറയുള്ളൂ. ഒരു പെണ്ണ്, അവരൊരു അമ്മയാ, 2 മക്കൾക്കും ഒരു അമ്മയാ. അവരും നാളൊരു സമയം പത്രപ്രവർത്തനം നടത്തിയിട്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ കയറി ഞങ്ങളാ വോട്ട് കൊടുത്തത്. ഞാനാ മുൻപന്തിയിൽ നിന്ന് ഞാനാ വോട്ട് പിടിച്ച് ഞാൻ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ജയിപ്പിക്കാൻ, നമ്മുടെ മുഖ്യമന്ത്രിയെ ജയിപ്പിക്കാൻ ഞാൻ ബാലറ്റ് പേപ്പർ സുഖമില്ലാതെ കിടന്ന അമ്മമാരെ ആട്ടം പിടിച്ച് കൊണ്ടുപോയി വീടുകളിൽ പോയി കൊണ്ടുവന്ന് അവരെ പോളിംഗ് ബൂത്തിൽ കൊണ്ടുവന്ന് വോട്ടിട്ട് അവർക്ക് കണ്ണു കണ്ടുകൊടുത്ത അമ്മമാരെ കൊണ്ടുവന്ന് അമ്മ ആർക്ക് വോട്ടിടണം അപ്പോഴേ പറയും മക്കളെ അരിവാൾ ചുറ്റികയ്ക്ക് ഞാനാ വോട്ടിട്ട് അവരെ നമ്മുടെ പാർട്ടിക്കാണ് കൊടുത്തത്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കൊടുത്തത്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് സാറേ. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇനിയെങ്കിലും ഒരു മനസ്സലിവ് തോന്നണം. ഇനി കുറ്റം പറയാൻ പോകുന്നു, ഞങ്ങൾ കുറ്റം പറയാനില്ല. അവരും ഞങ്ങളെക്കാളും നല്ലൊരു വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് കുറ്റം പറയാനില്ല. ഈ പാവങ്ങളുടെ ഏറ്റവും പാവപ്പെട്ട ഏറ്റവും അടിത്തട്ടിലുള്ള പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ടും സങ്കടവും കാണണം, അറിഞ്ഞ് മന്ത്രി വരണം. അവരെ വിളിച്ച് വേണ്ട ഞങ്ങളെ കൂടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഞങ്ങളെയും കൂടെ പിടിച്ച് അണച്ചു കൊണ്ടുപോയി ഞങ്ങൾ സന്തോഷമായിട്ട് പറയാം എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അത് വിളിച്ച് ഒന്ന് സംസാരിച്ച് അതിനുള്ള പരിഹാരം കാണണം. കണ്ട് ഞങ്ങളെ സന്തോഷമായിട്ട് പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആളുടെ ഒരു ജീവൻ എടുത്തതിന് ശേഷം ഇവിടെ വരരുത്. ആരുടെയെങ്കിലും ഒരാളെ ജീവൻ പോയതിന് ശേഷം ഇവിടെ വരരുത്. ഞങ്ങൾ ഭൂമിയോളം ക്ഷമിക്കുകയാണ് വേണം. ഞങ്ങൾ ഭൂമിയോളം ക്ഷമിക്കും. ഞങ്ങളെ നയനാർ സഖാവ് ഉണ്ടല്ലോ, ഉണ്ടായിരുന്നുവെങ്കിൽ ലാൽ സലാം സഖാവേ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ മഴയത്തും വെയിലത്തും കിടത്തില്ല. കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാ, ഞാനും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാ. ലാൽ സലാം സഖാവ് ഓൻ എന്തിനാ വന്നേ? ഒരു പരാതി ഞാൻ വന്നിട്ടുണ്ട് സഖാവിൻ്റെ അടുത്ത്, ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ കിടക്കാടത്തിന് വേണ്ടി എനിക്ക് കിടക്കാടല്ല, ഞാൻ വന്നിട്ടുണ്ട്. പൊയ്ക്കോളൂ, വേണ്ടത് ചെയ്യാം. ഓൻ ഇവിടെ നിന്ന് കരയണ്ടേ, എനിക്ക് വണ്ടിക്കൂലിയും തന്നാ വിട്ടത്, ഓട്ടോ പിടിച്ചാ വിട്ടത്. ആ സഖാവിൻ്റെ ആളാ ഞാനും നയനാർ സഖാവിൻ്റെ ആളാ ഞാനും. അങ്ങനെ ഉള്ള നമ്മൾ നല്ലൊരു പാർട്ടിയെ എന്തിനാ തൊലയ്ക്കുന്നത്? എന്തിനാ ഈ പാവങ്ങളുടെ പാർട്ടി എന്തിനാ തൊലയ്ക്കുന്നത്? എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ സാർ. ശരി, വളരെയധികം നന്ദി ശ്രീമതി പത്മജം. താങ്കൾ തലമുണ്ടനം ചെയ്ത് തലമൊട്ടയടിച്ച് ഈ സമരത്തിലെ പ്രതിഷേധം താങ്കളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സമയമാണ് ഞാൻ ഈ സമയത്ത് നൽകിയത്. അത് ജനങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരുണ്ട്. വളരെയധികം നന്ദി ശ്രീമതി പത്മജം, താങ്കൾ സംസാരിക്കുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു, കോൺഗ്രസ് പ്രതിനിധി. ഡോക്ടർ ജിൻഡോ, ഇതിപ്പോൾ വലിയ ഒരു സങ്കീർണമായ അവസ്ഥയിലേക്ക് ഈ സമരം കടക്കുകയാണ്. മുടി മുറിച്ചുള്ള പ്രതിഷേധം എന്നത് നിസ്സാരമായ ഒരു പ്രതിഷേധമല്ല. ഇത് സർക്കാരിനെ കണ്ണു തുറപ്പിക്കാൻ പോകുന്ന ഒരു പ്രതിഷേധമായി പരുവപ്പെട്ടിട്ടുണ്ട് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ പറഞ്ഞത്, പ്രത്യേകിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യപരമാണ്, അത് എല്ലാവർക്കും ഉണ്ട്, അതുകൊണ്ട് ആശമാരുടെ സമരത്തെ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ആനുകൂല്യങ്ങൾ നൽകിയാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരാധീനതകൾ പരിഗണിക്കാതെ തന്നെ ആശാപ്രവർത്തകർക്ക് നല്ല വരുമാനം കിട്ടണം, അതാണ് CPM-ന്റെയും ആഗ്രഹമെന്നാണ്. സംസ്ഥാന സർക്കാരിന് ആശമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ആത്മാർത്ഥതയില്ല എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഗോപി, ഇതില് ഈ ആശാവർക്കർമാരുടെ സമരത്തെ സംസ്ഥാന സർക്കാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയും തള്ളിപ്പറയുന്നില്ല എന്ന് ഈ 50 ദിവസത്തെ അവരുടെ നേതാക്കന്മാരുടെ പ്രസ്താവനയും മന്ത്രിയുടെ അടക്കമുള്ള നിലപാടുകളിലൂടെയും നമുക്ക് വ്യക്തമാണ്. അതിനേക്കാൾ മുമ്പ് ഈ പാവപ്പെട്ട സ്ത്രീകൾ, അമ്മമാർ, നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ സഹോദരിമാർ, അവരായിരുന്നു ഒരു കാലത്ത് കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ ബ്രിഗേഡ് എന്ന് പറഞ്ഞ് കോവിഡ് പ്രോട്ടോകോൾ പാലനവും അതുപോലെ നിപ നിർദ്ധാരണവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ? അവരായിരുന്നു പോരാളികൾ, ആരോഗ്യ വകുപ്പിന്റെ പോരാളികൾ. ഇന്നിപ്പോ അവര് ആവശ്യമില്ലാത്ത ആളുകളാണ്, മോശക്കാരാണ്. അവരാണ് 50 ദിവസത്തെ സമരം എത്തുമ്പോൾ മുടി മുറിക്കുന്നത്. നിങ്ങൾ ഈ സമരത്തെ ഒന്ന് നോക്കിയേ. കോൺഗ്രസ് ഉൾപ്പെടെ CPM ഉൾപ്പെടെ മറ്റേത് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ സമരം ചെയ്താലും, ഇത്രയധികം സമരം ചെയ്താൽ, ഇത്ര അധികം ദിവസത്തെ സമരം ചെയ്താൽ എന്തൊക്കെ നടക്കുമായിരുന്നു? ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ഒരു വഴി തടഞ്ഞിട്ടില്ല, അവർ ഏതെങ്കിലും സർക്കാർ വണ്ടി അടിച്ചു പൊളിച്ചിട്ടില്ല, മന്ത്രിമാരെ തടഞ്ഞിട്ടില്ല, ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല, അവരുടെ കയ്യിൽ കൊടിയില്ല, അവർ അടിയുണ്ടാക്കിയില്ല. എന്നിട്ടും അവരുടെ സമരത്തിന് എന്തുകൊണ്ട് ഇത്ര ആർജവമെന്നറിയോ? ആ പാവപ്പെട്ട മനുഷ്യർ, അവരുടെ ആ സമരത്തിന്റെ ആവശ്യം തികച്ചും ന്യായമാണ്. അവരിപ്പോ എനിക്ക് മുമ്പേ സംസാരിച്ച അമ്മ പത്മജം, അവര് നയനാറിനെ കുറിച്ചിട്ട് പുകഴ്ത്തി പറയുന്നു. അവര് ഓർമ്മ വെച്ച പാർട്ടിക്ക് വോട്ട് ചെയ്ത് ശീലിച്ച കാലം മുതൽ CPM മാത്രം വോട്ട് ചെയ്ത ഒരാളാണെന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ആശാവർക്കർ എന്നുള്ള ജോലിയിൽ നിൽക്കുമ്പോൾ പോലും ആ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ വന്നിട്ടുള്ള ആളുകളെ CPM വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച ഒരാളാണ്. ഇന്ന് അതേ പിണറായി വിജയൻ, CPM നേതാവായിട്ടുള്ള പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സെക്രട്ടേറിയറ്റിന് പുറത്ത് സ്വന്തം മുടി മുറിച്ച് കളഞ്ഞ് സമരം ചെയ്യേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നത്. ഇവിടെ CPM ഇതിന് മറുപടി പറയണം. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ ഈ CPM എന്ന് പറഞ്ഞ പാർട്ടി മറുപടി പറയണം. കാരണം എന്താ? സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ അത് ഭരണകൂടം മോദിയുടെ ആണെന്നൊക്കെ ഇവർക്ക് പറയാം. പക്ഷെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ കൊടി കാണിച്ചല്ലേ ഈ വോട്ടൊക്കെ വാങ്ങിയത്? ഈ പത്മജത്തെ പോലുള്ള ആളുകൾ, ആശാവർക്കർമാർ, ഇവർ പറയുന്നത് വിശ്വസിച്ചല്ലേ? ഈ പാർട്ടിയുടെ കൊടി കണ്ടിട്ടല്ലേ? കൊടിയുടെ നിറം കണ്ടിട്ടല്ലേ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പോയി വെയിൽ കൊണ്ടിരുന്ന് ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ടുള്ളത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഒരു മുടി മുറിച്ചപ്പോ വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞേ? ആ മുടി കേന്ദ്രത്തിന് കയറ്റി അയക്കണമെന്ന്. അതിലും വലിയൊരു ആക്ഷേപമുണ്ടോ? ഇതുപോലെയുള്ള മുടിയന്മാരായിട്ടുള്ള മന്ത്രിമാരാണ് ഈ കേരളം ഇതുപോലെ മുടിച്ച് തേച്ച് കഴുകിയത്. എന്നിട്ട് അവർ പറയും ആശാവർക്കർമാരെ മുടി കേന്ദ്രത്തിന് കയറ്റി അയക്കണമെന്ന്. ഇപ്പൊ സംസ്ഥാന സർക്കാർ അങ്ങനെയായിരിക്കും വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആശാവർക്കർമാർ അതിനൊരു മറുപടി കൊടുത്ത് നമ്മൾ കേട്ടില്ലേ? 60% മുടി ഇവിടെയും 40% മുടി അവിടേക്കും അയക്കാന്ന്. എന്തൊക്കെ മ്ലേച്ഛമായിട്ടുള്ള ആരോപണങ്ങൾ അവർക്കെതിരെ ഉന്നയിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഗോപി തന്നെ ചോദിച്ചു, സമരത്തെ സംസ്ഥാന സർക്കാർ നേരാമണ്ണം കേട്ടിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നതെന്ന്. നേരാമണ്ണം കേട്ടതിന്റെ ഭാഗമായിട്ടാണോ ഈ സാംക്രമിക രോഗ കീടം എന്ന സമരത്തിന്റെ നേതാവിനെ വിളിക്കുന്നത്? അല്ലെങ്കിൽ സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്ക് ഉമ്മ കിട്ടിയോ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്ന CIT നേതാവിന്റെ പ്രസംഗം നമ്മൾ കണ്ടില്ലേ? കുറ്റിച്ചൂലുകളാണ്, അതുപോലെ ഈർക്കൽ സംഘടനയാണെന്ന് പറയുന്നു. ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാർ എന്ന് പറയുന്നു. കാശിന് വേണ്ടി വരുന്നവരാണെന്ന് പറയുന്നു. ആട്ടി തെളിച്ചു കൊണ്ടുവന്നവരാണെന്ന് പറയുന്നു. അങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾക്ക് വിധേയമായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു സമര സംഘടന കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി സംഘടനയാണ് ഈ ആക്ഷേപിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരാണ് ഈ ആക്ഷേപിക്കുന്നത്. എന്നിട്ട് CPM ഏതെങ്കിലും ഉന്നത നേതാക്കന്മാർ അവരെ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? തിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവനെ പോലുള്ള ആളുകളൊക്കെ എത്രത്തോളം വൃത്തികെട്ട ഭാഷയിലാണ് ആക്ഷേപിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. മാധ്യമങ്ങളുടെ മൈക്ക് കാണുമ്പോൾ ഹരം കൊള്ളുന്ന ആളുകളാണ് ആശാവർക്കർമാർ എന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ സർക്കാരിന്റെ നിലപാട് എന്താ? തമിഴ്നാട്ടിൽ CITU നേതൃത്വം കൊടുക്കുന്ന ആശാവർക്കർമാരുടെ സംഘടന സമരം ചെയ്തത് 26,000 രൂപ ഓണറേറിയം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇത് ഈ വർഷം തന്നെ ജനുവരി 20 കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് പുറത്ത് കേരളത്തിലെ CITU നേതൃത്വത്തിൽ സമരം ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? 15,000 രൂപ ഓണറേറിയം ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തിയ സംഘടനയുടെ പേര് കേരളത്തിലെ CITU. പക്ഷേ ഇവിടെ ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ CITU ഇല്ലാത്തത് തന്നെ ഈ പ്രശ്ന പരിഹാരത്തിന് ഈ ഇടതുമുന്നണി സർക്കാരിന് ഒരു വലിയ തടസ്സമാണ് എന്ന് പറഞ്ഞാലോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അംഗൻവാടി തൊഴിലാളികളുടെ സമരം കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് പുറത്ത് നടന്നപ്പോ അത് അംഗൻവാടി തൊഴിലാളി സമരത്തിനകത്ത് CITU ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ചർച്ചയ്ക്ക് വിളിച്ചത്? ആ ചർച്ചയ്ക്ക് വിളിച്ച് സമരം അവസാനിപ്പിച്ച് 3 മാസം കഴിഞ്ഞിട്ടായാലും പരിഗണിക്കാമെന്നുള്ളൊരു വാക്ക് കൊടുത്തത്. അതുപോലെ ഒരു വാചകം പോലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ഈ ആശാവർക്കർമാരോട് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? തികഞ്ഞ ധാർഷ്ട്യമാണ്. CITU കൊടി കണ്ടാലേ CPM ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ സമരക്കാരുമായിട്ട് സംസാരിക്കുകയുള്ളൂ, സമരക്കാരെ കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണ് തികഞ്ഞ ഫാസിസം.
ഈ CITU ആണോ ഈ കേരളത്തിലെ മുഴുവൻ അവകാശങ്ങളും നേടിത്തന്നിട്ടുള്ളത്? ഇവിടെ നിരവധിയായിട്ടുള്ള സംഘടനകളുണ്ട്. INTUC ഉണ്ട്, BMS ഉണ്ട്, CITU ഉണ്ട്, AITUC ഉണ്ട്, അതുപോലെ തന്നെ SUCI പോലെയുള്ള സംഘടനകളുടെ ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംഘടനകളുണ്ട്. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അലൈൻ ചെയ്യാത്ത നിരവധി തൊഴിലാളി സംഘടനകളുണ്ട്. അപ്പൊ കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും അട്ടിപ്പേർ അവകാശം CITU എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ആരും തീരെഴുതി കൊടുത്തിട്ടില്ല. CITUവിന്റെ കൊടി കണ്ടാലേ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവരുമായിട്ട് ചർച്ച ചെയ്ത് സന്ധിയിലെത്തു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ എന്ത് കാണാനാണ് ഇവര് കേന്ദ്രത്തിൽ പോയത്? ഈ CITUകാർ ഈ സമരത്തിലില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കേന്ദ്രമന്ത്രിയുമായിട്ട് ചർച്ചയ്ക്കാണെന്ന് പറഞ്ഞ് അവിടെ പോയത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് പുട്ടും കടലയും കഴിച്ച ചർച്ച നടത്തിയല്ലോ, അതിൽ പോലും ആശാവർക്കർമാരെ വിഷയം ഉന്നയിച്ചല്ലോ. അപ്പൊ ഇവരുടെ പ്രയോറിറ്റിയിൽ ഒരിക്കൽ പോലും ഈ പാവപ്പെട്ട ആശാവർക്കർമാർ ഉണ്ടായിരുന്നില്ല ഗോപി. അതുകൊണ്ടാണ് പ്രശ്നം. ഈ പുട്ടും കടലയും മറ്റു രണ്ട് അതിഥികളിലേക്ക് കൂടി എനിക്ക് പോകണം. ഞാൻ താങ്കളിലേക്കും വരാം. ചർച്ചയിലേക്ക് വീണ്ടും. അഡ്വക്കേറ്റ് BN അസ്കർ, സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആശമാരുടെ 50 ദിവസം പിന്നിട്ട് ഈ സമരം ഒത്തുതീർപ്പാക്കാനോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനോ കഴിയാത്തതിന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ന്യായമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ഗോപികൃഷ്ണൻ, കേരളത്തിലെ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ 26,125 ആളുകളുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 10 മുതൽ ഏകദേശം 400 മുതൽ 450 ആശാപ്രവർത്തകർ ജോലിക്കെത്തുന്നില്ല എന്നുള്ളതാണ് സർക്കാരിന് മുമ്പിലുള്ള കണക്ക്. സ്വാഭാവികമായും ഒരു സമരം 50 ദിവസമായി സംസ്ഥാനത്ത് തുടരുകയും ഏറ്റവും വേദനാജനകമാകുന്ന സമരത്തിന്റെ മറ്റൊരു മുഖത്തിലേക്ക് ആ സമരം ഇന്ന് കടക്കുകയും ചെയ്തു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഏറ്റവും വിലപ്പെട്ടതെന്ന് കരുതുന്ന മുടി മുറിച്ച് ആളുകൾ സമരം ചെയ്യുന്നു എന്നത് ഒരുപക്ഷെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സമരമുറയായി തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ തന്നെയാണ് ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് നാം അതിനെ സമീപിക്കേണ്ടത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമരം ചെയ്യുന്നു? ഇവിടെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല ആ സമരത്തെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഏറ്റവും ഉയർത്തപ്പെടുന്ന ഒരു ചോദ്യം. രണ്ടാമത്, ആശമാരുടെ സമരത്തെ സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരും പലതരത്തിൽ അവരെ അവഹേളിക്കുന്നു, അപമാനിക്കുന്നു എന്ന് മറ്റൊരു വാദം. മൂന്നാമത്, ഇതിന്റെ വസ്തുതകളിലേക്ക് പരിശോധിക്കാതെ എന്തുകൊണ്ട് ആശമാർ ഇത്തരത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ സമരം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം ഇതിൽ കാണേണ്ടത്. ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ സ്കീംഡ് വർക്കേഴ്സ് എന്ന് പറയുന്ന ആരോഗ്യരംഗത്തെ സന്നദ്ധ പ്രവർത്തകരെന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന ബോധ്യം നിലവിൽ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വൈതരണി എന്നതാണ് അടിസ്ഥാന പ്രശ്നം. എങ്ങനെ ഇതിനെ പരിഹരിക്കാൻ കഴിയും? കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഓണറേറിയത്തിൽ 60% 40% എന്ന നിലയിൽ സംസ്ഥാനവും വഹിക്കുന്ന തരത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രമായി ഓണറേറിയം വർദ്ധിപ്പിച്ച് കൊണ്ട് ആ ഒരു തീരുമാനം എടുക്കാൻ കഴിയും? മാത്രമല്ല, ആശമാർക്ക് വിരമിക്കലിനോടൊപ്പം അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണം എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെയും CITUവിന്റെയും പ്രഖ്യാപിത നിലപാട് തന്നെയാണെന്നേ. പക്ഷെ ഇതെങ്ങനെ സാധിക്കും എന്നുള്ളിടത്താണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം ഉയരുന്നത്. ഇന്ത്യൻ ലേബർ കോൺഫറൻസ് കൂടിയിട്ട് ഈ ഗവൺമെന്റ് NDA ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് രാജ്യത്ത് കൂടിയിട്ടേയില്ല. ആ അവസാനത്തെ ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ വളരെ കൃത്യമായി CITU ഉയർത്തിയിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകർക്ക് തൊഴിലാളി എന്ന രീതിയിൽ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് അവരെ എത്തിക്കണം എന്നുള്ളതാണ്. തൊഴിലാളി എന്ന നിർവചനത്തിലേക്ക് എത്തുമ്പോൾ മിനിമം വേജസ് ഇപ്പൊ 232 രൂപ ആണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ളത് വളരെ തുച്ഛമായിട്ടുള്ള തുക തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതൊന്നും കൊണ്ട് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ജീവിക്കാനാവില്ല. ഉയർന്ന തൊഴിൽ വിഹിതം ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരു തൊഴിലിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണം. ഇതാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. അത് കാണുക, അത് കേൾക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ തൊഴിലാളിയായി പ്രഖ്യാപിക്കുമ്പോൾ മിനിമം വേജസ് വരും, അവർക്ക് ഗ്രാറ്റുവിറ്റി, ESI, PF തുടങ്ങിയിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കും. മാത്രമല്ല, ഇപ്പോൾ നാളെ കേരളത്തിലെ അപ്പോൾ ഇത് പറയുമ്പോൾ ഈ സമരസമിതിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, സമരസമിതി ആളുകൾ ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ തരണം, ഞങ്ങൾ സംസ്ഥാനത്തിന്റെ കീഴിലാണ് ജോലി. അസ്കർ, ഇതല്ലല്ലോ പറഞ്ഞത്. ഈർക്കൽ പാർട്ടികളുടെ പിന്തുണയോടുകൂടി നടത്തുന്ന സമരം എന്നല്ലേ പറഞ്ഞത്? SUCA അല്ലെങ്കിൽ മഴവിൽ സഖ്യത്തിലുള്ള സംഘടനകൾ സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ ശ്രമിക്കുന്ന സമരം എന്നല്ലേ പറഞ്ഞത്? പിന്നെ ആശമാരെ പറഞ്ഞ് അവരെ പരിഹസിച്ച നേതാക്കളുടെ പട്ടിക നമ്മൾ പറയണോ? താങ്കൾ പറഞ്ഞ വാദങ്ങളൊന്നുമല്ലല്ലോ സംസ്ഥാന സർക്കാരോ ഉത്തരവാദിത്തപ്പെട്ടവരോ പറഞ്ഞത്. പിന്നെ ആരോഗ്യമന്ത്രി പേരിനൊരു ചർച്ചയ്ക്ക് വിളിച്ച് ഇവരെ അപഹസിക്കുന്ന രീതിയിൽ എൻ്റെ ആശമാരെ നിങ്ങൾ ഇവിടെ നിൽക്കരുത്, നിങ്ങൾ മാറിപ്പോകണമെന്നല്ലാതെ പരിഹാരത്തിനുള്ള ഒരു ഫോർമുലയും
അങ്കണവാടി ജീവനക്കാരോട് കാണിച്ച ഒരു മിനിമം ജനാധിപത്യ മര്യാദ പോലും ആശമാരുടെ സമരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ലല്ലോ. അതിനൊന്നുമുള്ളൊരു ന്യായമായില്ലല്ലോ അഡ്വക്കേറ്റ് അസ്കർ താങ്കൾ ഈ പറഞ്ഞതൊന്നും. ഗോപീഷ് ഒരു നിമിഷം അതിലേക്ക് തന്നെ ഞാൻ വരുന്നത്. ഈ സമരം തുടങ്ങിയതിന് ശേഷം 2 തവണ ആശമാരുടെ ഈ സമരസമിതിയുമായി ചർച്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായി. ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചു, അംഗനവാടി ജീവനക്കാർ സമരം നടത്തി. അംഗനവാടി ജീവനക്കാർ നടത്തിയ സമരം 3 മാസത്തിനുള്ളിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ സമരം പിൻവലിച്ചു പോയി. ഒരു ട്രേഡ് യൂണിയൻ UDFന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ ആയിട്ടുള്ള INTUCയുടെ നേതൃത്വത്തിലാണ് ആ സമരം നടന്നത്. ആ സമരസമിതി നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യാനും ആ ചർച്ചയിൽ ആ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് മറ്റ് അജണ്ടകളില്ലാത്തത് കൊണ്ട് ആ സമരം അവസാനിപ്പിച്ചുകൊണ്ട് അവർ പോയി. 3 മാസം കഴിഞ്ഞിട്ട കാര്യത്തെ സംബന്ധിച്ച് അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന കാര്യത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുള്ളത്. ആശമാരുടെ സമരസമിതിയുമായും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ 15/2 ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം മന്ത്രിതലത്തിലടക്കം NHMന്റെ ഡയറക്ടർ ചർച്ച നടത്തി. അതിനുശേഷം മന്ത്രിതലത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. അപ്പോഴും പറഞ്ഞതെന്താ, ഈ വിഷയം കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നതിൽ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അതിനാവശ്യമായ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൽ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സംസ്ഥാന ഗവൺമെന്റ് എടുക്കും. അതുവരെ നിങ്ങൾ ഈ സമരം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഈ സമരം നിർത്തണമെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടപ്പിലാക്കിയേ പോകൂ എന്നുള്ളതാണ്. പിന്നെ സമരസമിതി നേതാക്കന്മാരെ ഈർക്കിൽ പാർട്ടിയിൽ നിന്നും മറ്റും ആക്ഷേപിച്ചിട്ടുള്ളത് സഖാവ് EMSനെയും സഖാവ് AK ഗോപാലിനെയും സഖാവ് EK നായനാരെയും സഖാവ് VS അച്യുതാനന്ദനെയും ആക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ചതിന്റെ 7 അയലത്ത് പോലും ഈ സമരത്തെ സംബന്ധിച്ച് ഒരു ആളും ആക്ഷേപം പറഞ്ഞിട്ടില്ലെന്ന്. ഈർക്കിൽ പാർട്ടിയെന്നോ അല്ലെങ്കിൽ അവരുടെ സമരസമിതിക്ക് ഏതെങ്കിലും അജണ്ടയുണ്ടെന്നോ ഒക്കെ പറഞ്ഞാൽ അതങ്ങനെ പൊള്ളുന്ന കാര്യമൊന്നുമില്ല. ഇത് കൃത്യമായിട്ടറിയാം. പാട്ടപ്പിരിവുകാരാണെന്നോ എന്നൊക്കെ തന്നെ പലപ്പോഴും പല നേതാക്കന്മാരും അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ പറയേണ്ടി വന്നത് അവരുടെ പിടിവാശി മൂലമാണ്. ശരി, ഏതായാലും രാജ്യാന്തര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും രാജ്യാന്തര മാധ്യമ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ രാജ്യാന്തരത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന സംവിധാനങ്ങളുമൊക്കെ ഈ സമരത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അവർ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നാളെ പുറത്തുനിന്നും ഈ സമരത്തിന് കിട്ടുന്ന വലിയ പിന്തുണയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിനെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം. അഡ്വക്കേറ്റ് അസ്കർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ശ്രീ പ്രശാന്ത് മലവയൽ നമ്മളോടൊപ്പം ഉണ്ട്, BJP പ്രതിനിധി. ശ്രീ പ്രശാന്ത് മലവയൽ, ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നുള്ളത്. എന്താണ് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? തുക ഉയർത്തും ഇവരുടെ എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു, ഒരിക്കലല്ല 2 വട്ടം. എത്രയെന്നോ എപ്പോൾ ഉയർത്തുമെന്നോ വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ സംസ്ഥാനത്തിന് നൽകാനുള്ള തുകയൊന്നും നൽകാതെ കേന്ദ്ര സർക്കാർ വളരെ സൈലൻ്റായിരുന്ന് നിശബ്ദമായിരുന്ന് ഇതെല്ലാം സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടിയാണോ BJP കേരളത്തിൽ ചെയ്യുന്നത് ഈ സമരത്തിൽ? ശരിയല്ല മിസ്റ്റർ ഗോപികൃഷ്ണൻ, നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇവിടെ അരമണിക്കൂറോളം നമ്മളുടെ പ്രിയപ്പെട്ട പത്മ അവർ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. ഒരു പാവപ്പെട്ട വീട്ടമ്മയാണ്. ആ വീട്ടമ്മയുടെ കഥന അത് വളരെ കൃത്യമായി ഈ സമൂഹത്തിൽ അവർ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരാണ് അവർ ഈ അവതരിപ്പിച്ചത് മുഴുവൻ. നാം എല്ലാവരും സസൂക്ഷ്മം അത് ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ കഴിഞ്ഞ 10-50 ദിവസക്കാലമായി കേരളം ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നാം എല്ലാവരും ഒരു സഞ്ചരിക്കുകയായിരുന്നു ഈ സമരത്തോടൊപ്പം. അതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ പൊതുസമൂഹമാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ദേശാഭിമാനി മാത്രം വായിക്കുന്ന അസ്കറിനെ പോലെ ഒഴികെയുള്ള മുഴുവൻ ആളുകളും ഈ സമരത്തോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. പല തവണ പല ഘട്ടങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തു, മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തു. ഇവരുടെ സമരം അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വലിപ്പവും അതിൻ്റെ പ്രാധാന്യവും ഈ സമൂഹത്തിൽ മാധ്യമങ്ങൾ അടക്കം അവതരിപ്പിച്ചു. ആ കഴിഞ്ഞ 19 ദിവസക്കാലവും ഈ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളും ഇത് കേന്ദ്രത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല തവണ നടത്തിയെങ്കിലും പല രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും വസ്തുതയല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ 50ാമത്തെ ദിവസം ഈ അമ്മമാർ ഈ സഹന സമരം അവരുടെ നിവർത്തികേട് കൊണ്ട് അത് മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാലോ, പിന്നെ നമ്മളുടെ വീട്ടിലെല്ലാം പെൺമക്കളുണ്ട്, സ്ത്രീകളുണ്ട്, അമ്മമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെത്രത്തോളം മനോഹരമായിട്ടാണ് താലോലിച്ചുകൊണ്ടാണ് തങ്ങളുടെ മുടി
അത് പരിപാലിച്ചു കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയാലോ. ആ മുടി ഇന്ന് തല മുണ്ടനം ചെയ്ത അമ്മമാരുണ്ട്, അതുപോലെ തന്നെ അത് പകുതി മുറിച്ചിട്ടുള്ള അമ്മമാരുണ്ട്, കേരളത്തിൽ മുഴുവൻ ഇത് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇത് ആർക്കെതിരെയാണ്? ഈ ഓരോ മുടിയും ഇറ്റിറ്റ് വീഴുമ്പോൾ അതിനോടൊപ്പം ഓരോ തുള്ളി കണ്ണുനീരുണ്ട് എന്നുള്ള അല്ല ശ്രീ പ്രശാന്ത് മലവയൽ, അതൊക്കെ ഈ സമരത്തിന്റെ വൈകാരിക വശങ്ങളാണ്. ഞാൻ അതിലൊന്നും ചെറുതായി കാണുന്നില്ല. അതെല്ലാം നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നു. അതിൽ ശ്രീ എം പത്മം ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ചോദിച്ചത്, സ്ഥിരം ഇൻസെന്റീവ് ഈ ആശമാരുടെ കാര്യത്തിൽ അത് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. തുക ഉയർത്തുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി 2 തവണ പറഞ്ഞല്ലോ. എപ്പോഴാണ് തുക ഉയർത്തുക? എത്രയായിട്ടാണ് ഉയർത്തുക? വ്യക്തതയില്ലല്ലോ. തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന ആവശ്യത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന് മൗനം? ഈ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകും. ഇപ്പൊ സംസ്ഥാന സർക്കാർ പറയുന്നു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതം നൽകുന്നതില്ല എന്നടക്കം സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രം ഇതിലൊരു തീരുമാനമെടുക്കട്ടെ, ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കാമെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് എന്തുകൊണ്ടാണ് ശ്രീ പ്രശാന്ത് മലവയൽ? അല്ല, ഈ പറയുന്നത് തെറ്റല്ലേ? തുക ഉയർത്തുമെന്ന് പാർലമെന്റിലടക്കം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ മാത്രം കാര്യമല്ല. കേരളത്തിലെ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹം ആ തീരുമാനം പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തെ മുഴുവൻ ആശാ വർക്കർമാരുടെ കാര്യത്തിലുമാണ് കേന്ദ്രമന്ത്രി തീരുമാനം പറഞ്ഞിട്ടുള്ളത്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഈ കേരളത്തിൽ മാത്രമാണ് ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നത്. മറ്റൊരു സംസ്ഥാനങ്ങളിലും ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നില്ല. ഇവിടെ പത്മം തന്നെ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട സഹോദരി പത്മം അവർ സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 6 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നത് കിണറിൽ ക്ലോറിൻ തളിക്കലും അതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ക്ഷേമം അന്വേഷിക്കലും മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ആരാണ് ഇവരുടെ തലയിൽ ഇതിന് മാത്രം ഭാരം കൊടുത്തു വെച്ചിട്ടുള്ളത്? രാവിലെ മുതൽ രാത്രി വരെ സഞ്ചരിച്ചാൽ തീരാത്ത രീതിയിലുള്ള പണി ആരാണ് ഏൽപ്പിച്ചത്? കേന്ദ്ര സർക്കാരാണോ ഏൽപ്പിച്ചത്, അതോ സംസ്ഥാന സർക്കാരാണോ ഏൽപ്പിച്ചത്? ആരാണോ അവരെ കൊണ്ട് പണി എടുപ്പിക്കുന്നത് അവരല്ലേ കൂലി കൂട്ടിക്കൊടുക്കേണ്ടത്? അത് തന്നെയല്ലേ 2016-ലും 2021-ലും പ്രകടന പത്രികയിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത്? അതല്ലേ ഇവർ ആവശ്യപ്പെടുന്നത്? ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമല്ലേ ആവശ്യപ്പെടുന്നത്? അന്നൊന്നും കേന്ദ്ര സർക്കാർ തന്നാൽ തരാമെന്ന് എവിടെയും പറഞ്ഞിട്ടുള്ളല്ലോ. പിന്നെ കേന്ദ്ര സർക്കാർ ഞെരിഞ്ഞു മുറുക്കുന്നു, വരിഞ്ഞു മുറുക്കുന്നു. ഇതൊക്കെ മാധ്യമങ്ങൾ കുറെ കാലമായി ചർച്ച ചെയ്യുന്നു. ഏത് കാര്യത്തിലാണ് വരിഞ്ഞു മുറുക്കുന്നത്? നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. NHMന്റെ കാര്യത്തിൽ എവിടെയാണ് നമ്മൾ കുടിശ്ശികയുള്ളത്? ഈ മാർച്ച് മാസം 31-ന് കൊടുക്കേണ്ട തുക പോലും കഴിഞ്ഞ ജനുവരിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ എവിടെയാണ് വരിഞ്ഞു മുറുക്കിയത് എന്ന് നിങ്ങൾ പറയുന്നത്? തെറ്റായിട്ടുള്ള വാദങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഈ പാവപ്പെട്ടവരുടെ കണ്ണീർ അത് തുടയ്ക്കണം. സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ള ആ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കണം. ഇത് തന്നെയാണ്, ഇതോടൊപ്പമാണ് കേരള സമൂഹം സഞ്ചരിക്കുന്നത്. സമരസമിതിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ ഇപ്പോൾ ശ്രീമതി ബിന്ദു ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു, അസ്കർ പറഞ്ഞ കാര്യം താങ്കൾ കേട്ടല്ലോ, പ്രശാന്ത് മലവയൽ പറഞ്ഞതും കേട്ടല്ലോ. ഈ ആരോഗ്യമന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് കേന്ദ്രമാണ് നടപടി എടുക്കേണ്ടത്, സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. കേന്ദ്രം ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ? സമരക്കാർ ആ കാര്യത്തിൽ മൗനത്തിലാണ് എന്നതാണ് നിങ്ങൾക്കെതിരെയുള്ള ഒരു ആക്ഷേപം. ഈ ആക്ഷേപം സഖാവ് ഹസ്കറും സഖാവ് KN ഗോപിനാഥനും സഖാവ് എളമകരങ്കരിയും അടക്കമുള്ള വലിയ നേതാക്കന്മാരും പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ പല മന്ത്രിമാരും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവർ തന്നെ ഇത് എത്ര ഒരു അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഒരു സ്ഥിരം പല്ലവി. അതിനപ്പുറത്തേക്കായിട്ട് ഇതിലൊന്നും കാണുന്നില്ല. പിന്നെ സഖാവ് ഹസ്കർ വളരെ വിദഗ്ധമായി 465 പേരുടെ എണ്ണമൊക്കെ അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു തൊഴിൽ സമരത്തിൽ എത്ര പേര് പങ്കെടുത്താൽ ആ സമരത്തിനോട് അനുഭാവം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ അത് ന്യായമാണെന്ന് പറയും? അങ്ങനെ വല്ല ശതമാനക്കണക്കും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ ഇവിടെ 435 പേരാണോ 10,000 പേരാണോ എന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ 50 ദിവസമായിട്ട് ഇവിടെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ എന്തൊരു വർത്താനമായിരുന്നു പറയുന്നത്. പിന്നെന്താണ് EMSനെ AKG ഒക്കെ പറഞ്ഞതിൻ്റെ അത്രയും വരത്തില്ലെന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ് സഖാക്കളെ? നിങ്ങൾ എന്തോ ഈ പറയുന്നത്? AKGയും EMSനെയൊക്കെ പറഞ്ഞത് തെമ്മാടിത്തരവും തോന്നിയാസമാണെങ്കിൽ അത് തോന്നിയാസമാണെന്ന് പറയണം അല്ലേ? അത് ചോദ്യം ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർ. അപ്പോൾ അതുകൊണ്ട് അവരെ പറഞ്ഞതുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോഴത്തേക്ക് ഇവിടെ പണിയെടുക്കുന്ന ആളുകൾ വന്ന് കൂലി കൂട്ടി ചോദിച്ചാൽ അതൊക്കെ അത്രയൊന്നും വരുന്നില്ല, ഞങ്ങൾ അത്രയും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് മേനി നടിക്കുകയാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്തൊരു മോശത്തരമാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു തൊഴിലാളി സമരത്തോട് ഏറ്റവും എന്താണ് സ്ത്രീ വിരുദ്ധമായ നിലപാട്. ഇതെല്ലാം സ്ത്രീ വിരുദ്ധമാണ്. അത്രയും സ്ത്രീ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ട് എല്ലാ വലിയ കൊടികെട്ടിയ നേതാക്കന്മാർ വന്നിരുന്നിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ട് അത് ഏതാണ്ട് കേമത്വമാണെന്നാണ് ഈ ഹസ്കറിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിക്കുന്നത് ഇദ്ദേഹം എന്ത് പറയുന്നത്? ഇതിന് ഞങ്ങൾ എത്ര തവണ ഉത്തരം തന്ന് ഈ ഹസ്കർ സഖാവിനടക്കം ഇതിന് ഉത്തരവ് അറിയാം. പോണ്ടിച്ചേരിയിൽ 18,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചത് കേന്ദ്ര ഗവൺമെൻറ് അല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ആദ്യമേ ഹസ്കർ പോയി ആരാണ് ബന്ധപ്പെട്ട NHM ഡയറക്ടറേറ്റിലോ സ്റ്റേറ്റ് മിഷൻ്റെ അടുത്തോ ഫൈനാൻസ് ഓഫീസറുടെ അടുത്തോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ അടുത്തോ പോയെന്ന് ചോദിച്ചൊരു വ്യക്തത വരുത്തിയിട്ട് വരണം. ഈ ഓണറേറിയം കൊടുക്കുന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന കാശിൽ നിന്നാണ് ഓണറേറിയം കൊടുക്കുന്നത്, അതല്ല സംസ്ഥാന സർക്കാരാണ് തരുന്നത്. അതിനകത്തൊരു വ്യക്തത വരുത്തണം. ഞങ്ങൾക്ക് എന്തായാലും ഇവർ ആവർത്തിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കൊരു വ്യക്തതയുണ്ട്. അത് സംസ്ഥാന സർക്കാരാണ് തരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്ത സമയത്തും അതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരാണ് ഓണറേറിയം കൊടുക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ ഓണറേറിയം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ചെറുതും വലുതുമായ തുക, വ്യത്യസ്തമായ തുകയാണ്. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ ഈ കേരളത്തിൽ 10 വർഷത്തിന് മുമ്പ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഞാൻ കറണ്ട് ചാർജ് കൊടുത്തുകൊണ്ടിരുന്നത് 450 രൂപയാണ്. അതിൽ നിന്ന് എൻ്റെ വീട്ടിൽ സ്ഥാപന രംഗ വസ്തുക്കൾ അല്ലെങ്കിൽ ഇലക്ട്രിക് സാധനങ്ങളോ അധികമൊന്നും വർദ്ധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ കൊടുക്കുന്നത് 3000 രൂപയാണ്. 10 വർഷം മുമ്പ് 450 രൂപ കൊടുത്തിരുന്നത് ഞാൻ ഇന്ന് കൊടുക്കുന്നത് 3000 രൂപയാണ്. ഞാൻ 3, 4, 5 മാസം കൂടുമ്പം 60 രൂപ 62 രൂപ വാട്ടർ ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു മാസം 450 രൂപ 500 രൂപയും കൊടുക്കുകയാണ്. എനിക്ക് മിനിമം ചാർജിന് 10 വർഷത്തിന് മുമ്പ് 5 രൂപയ്ക്ക് 6 രൂപയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയും ദൂരം ഇന്ന് ഞാൻ യാത്ര ചെയ്യണമെങ്കിൽ 13 രൂപ 15 രൂപ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണോ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ട് അല്ലെ ചാർജുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ടാക്സുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണോ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? GST ഓരോ സാധനത്തിനും 14% GST വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ സംസ്ഥാന സർക്കാർ? അല്ല, ഏതിനകത്തുനിന്നെങ്കിലും ആശാ വർക്കർമാർക്ക് 232 രൂപയെ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് അവരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നൊന്നും ഒരിടത്തും പറയുന്നില്ലല്ലോ. 10 വർഷം മുമ്പ് 1 കിലോ അരിക്ക് എത്ര രൂപയായിരുന്നു? 1 കിലോ അരിക്ക് എത്ര രൂപയായിരുന്നു 10 വർഷം മുമ്പ്? അപ്പോൾ ഈ ഇങ്ങനെയുള്ള കണക്ക് പറയാതെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കൂ. 10 വർഷത്തിന് മുമ്പ് നിങ്ങൾ ജീവിച്ച പണം കൊണ്ടാണോ ഇന്ന് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടോ? ജീവിത ചെലവുകൾ എത്ര കൂടിയിട്ടുണ്ട്? അപ്പോൾ ജീവിത ചെലവുകൾ കൂടുന്നതിനനുസരിച്ച് ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ച് തരണമെന്നുള്ളത് അതൊരു സ്വാഭാവിക നടപടിയാണ്, ചോദിക്കാതെ വർദ്ധിപ്പിച്ചു തരേണ്ടതാണ്. മറിച്ച് അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഠിനമായ സമരം നടത്തിയത് ചോദിക്കേണ്ടി വരുന്നത്. ഡോക്ടർ ജിൻഡോ, എന്താകും ആശമാരുടെ സമരത്തിന്റെ ഭാവി? എനിക്കൊരു സംശയമില്ല. കാരണം എന്താണെന്നറിയോ, ഈ കഴിഞ്ഞ 20-ാം തീയതി രാവിലെ 10 മണിക്ക് CITUവിന്റെ നേതൃത്വത്തിലുള്ള കേരള ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് ഉപരോധവും മാർച്ചും നടത്തി. എന്താണെന്ന് ആവശ്യങ്ങൾ? ഓണറേറിയം 15,000 രൂപയാക്കുക, ജോലിഭാരം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പറഞ്ഞത്. അത് ഒറ്റ ദിവസം കൊണ്ട് സമരം അവസാനിപ്പിച്ചു പോയി. 1.5 ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റ് വളരെ അവസാനിപ്പിച്ചു പോയ CPMന്റെ മാതൃക പോലെയല്ല, തിരുവനന്തപുരം നാറ്റിക്കാൻ വന്നിട്ടുള്ളതല്ല ആശാ വർക്കർമാർ. അതുകൊണ്ട് തന്നെ അവരുടെ സമരം വിജയിച്ചിട്ട് തന്നെ അവിടെ നിന്ന് പോകുള്ളൂ. എത്രത്തോളം ആക്ഷേപം നേരിട്ടാലും, എത്രത്തോളം അധിക്ഷേപം നേരിട്ടാലും, എത്രത്തോളം അവഗണന നേരിട്ടാലും ആ പാവപ്പെട്ട അമ്മമാരോടൊപ്പമാണ് കേരളത്തിലെ ജനകീയ മനസാക്ഷി, ജനപക്ഷ നിലപാട് എന്നുള്ളത് കൊണ്ട് ആ സമരം വിജയിക്കുന്നത് വരെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ, നമ്മളെപ്പോലുള്ള മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ അവർക്കുണ്ടാവും. അതുകൊണ്ട് ആ സമരം വിജയിച്ച് തന്നെ അവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ പറ്റുള്ളൂ. അതുവരെ അവരുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസിന്റെയും UDFന്റെയും ഉണ്ടാവുകയും ചെയ്യും. ശ്രീമതി ബിന്ദു, ഞാൻ കേട്ടു താങ്കൾ പറഞ്ഞത്. അതായത് ഇതൊരു നാടകമോ സിനിമയോ ഒന്നുമല്ലല്ലോ, കർട്ടൻ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ തുടങ്ങാനും അവസാനിക്കാനും എന്ന ഭാഗം ഞാൻ കേട്ടു. ഞാൻ ആ ചോദ്യം ഡോക്ടർ ജിൻഡോയോട് ചോദിച്ചു എന്നതുകൊണ്ടാണ് ഞാൻ അവിടെ ഇടപെടാതിരുന്നത്. ഏതായാലും ശ്രീമതി ബിന്ദു, താങ്കൾ വരുന്നതിന് മുൻപ് ശ്രീമതി പത്മം ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. വിശദമായി ആശമാരുടെ പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ഈ സമര വഴിയിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ള വലിയ വെല്ലുവിളികളും ഒക്കെ വിശദമായി തന്നെ ഇതിനകത്ത് ചർച്ച ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് അധികം സമയം പിന്നീട് താങ്കൾക്ക് തരാൻ പറ്റാതിരുന്നത്. കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സമരം വിജയത്തിലെത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ചർച്ച അവസാനിക്കുമ്പോൾ. അതേസമയം തന്നെ ഈ പ്രശ്നത്തോട് സംസ്ഥാന സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹവും മനസാക്ഷിയും നോക്കിക്കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായ ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നത് ഏറ്റവും ജനാധിപത്യപരമായ ഒരു മര്യാദയാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം എന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.